കോഴിക്കോട് നാദാപുരത്ത് ഓണാഘോഷത്തിനിടെ മദ്യപിച്ച് അവശനായ സ്കൂൾ വിദ്യാർത്ഥി ആശു. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഓണാഘോഷം എന്ന പേരില് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കള് കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾ അല്ലാഹു കാക്കട്ടെ. ഞാൻ ഇന്ന് മാധ്യമങ്ങളിൽ കേട്ട വാർത്ത മനോരമയിലുണ്ടായിരുന്നു, 24-ലുണ്ട്, റിപ്പോർട്ടർ ചാനൽ. ആ വാർത്ത എന്താണെന്നറിയോ? ഞെട്ടിപ്പോയി. കോഴിക്കോട് നാദാപുരത്ത് ഒരു +2 വിദ്യാർത്ഥി, 17 വയസ്സുള്ള വിദ്യാർത്ഥി ഓണാഘോഷത്തിൽ മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് ഓനെ ഫ്രണ്ട്സ് എന്താ കാട്ടിയെന്നറിയോ? സ്കൂളിൽ നിന്നാണ് ഈ പരിപാടി. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ കുട്ടികൾ അടിച്ചു പൊളിക്കല്ലേ. നമ്മൾ ഇന്നലെ ആ ആഭാസങ്ങളെ കുറിച്ച്, അതിരിവിടുന്ന ആഘോഷങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോ നമ്മളെ തെറി വിളിക്കാനും നമ്മളെ വർഗീയവാദിയാക്കാനും 100 പേരുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ആണായാലും പെണ്ണായാലും ആഘോഷം അതിരി വിടണ്ടാന്ന് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത്. ഇതേ സംഭവിച്ചു. 17 വയസ്സുള്ള ഒരു ചെറുക്കൻ മദ്യപിച്ച് ലക്ക് കെട്ടപ്പോ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഓനെ ബൈക്കിൽ കയറ്റിയിട്ട് കൊടുന്നിരുത്തിയത് എവിടെയാണ്? ആ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തില്ല. വീട്ടിലേക്കെങ്കിലും കൊണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരാൾ അറിയില്ലായിരുന്നു. അവനെ നേരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ട് അവൻ അവിടെ ബോധം കെട്ട് വീണത്. കുടിച്ച് ശീലം വേണ്ടത്. ഓണല്ലേ, ആഘോഷല്ലേ, അടിച്ചു പൊളിക്കല്ലേ. മറ്റു കോളേജിനെ തോൽപ്പിക്കണം, മറ്റു സ്കൂളിനെ തോൽപ്പിക്കണം, നമ്മുടെ ഓണാഘോഷം ഈ വാശിയാണ്. ഒടുവിൽ ഈ ആഭാസങ്ങൾ എവിടെ കൊണ്ടെത്തിച്ചു? ആ കുട്ടിനെ വടകര സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. തീവ്ര പരിചരണ വിഭാഗത്തിലിരുന്നു. ഇപ്പോ മാഷാ അല്ലാഹ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എവിടുന്നാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഈ മദ്യം കിട്ടിയത്? എത്ര പേര് ഇത് ആഘോഷിച്ചു? ഇതിപ്പോ ആഘോഷിച്ച് തലക്കുമീതെ മറിഞ്ഞപ്പോഴാണ് ഇതൊരു വാർത്തയായത്. തിരുവനന്തപുരത്തും സമാന സംഭവം നടന്നിരുന്നു. ഒരു സ്കൂളിൽ, കോഴിക്കോട് ഭാഗത്ത് തന്നെ സ്കൂളിലെ ഓണാഘോഷം അതിര് വിട്ടപ്പോൾ അധ്യാപകൻ ചീത്ത പറഞ്ഞതിന് ഒരുത്തൻ ആത്മഹത്യാ ശ്രമം നടത്തി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളുകളുടെ ഈ ഓണാഘോഷം, കോളേജുകളുടെ ഓണാഘോഷം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ, ഈ പറഞ്ഞ ആഭാസം എന്നുള്ള വേർഡ് ഞാൻ മാത്രം പറഞ്ഞതല്ല. റിപ്പോർട്ടർ ചാനലും 24-ലും അവരുപയോഗിച്ച വേർഡും ഇതേ വേർഡ് തന്നെയാണ്. മക്കളെ കാര്യത്തിൽ സൂക്ഷിച്ചോട്ടാ. ഇത് ആൺകുട്ടികൾ നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല. പെൺകുട്ടികൾ പിന്നെ ആഘോഷമാണെന്ന് പറഞ്ഞ ഉമ്മാനണ്ട് പറ്റിച്ച് ചിരിച്ച് കളിച്ച് വാപ്പാനും പറ്റിച്ചാണ് പോയിട്ട് കാണിച്ചു കൂട്ടുന്ന ഇത് നിങ്ങൾ ചെയ്തത് കണ്ടാല് ഇതൊക്കെ നമ്മുടെ മക്കളാണോ? ഞാൻ അതിൽ ജാതിയും അതൊന്നും പറഞ്ഞാൽ ഏത് ജാതിയിലും മതായാലും സ്വന്തം മക്കൾ കൈവിട്ടു പോകുമ്പോൾ രക്ഷിതാക്കൾക്കൊരു വേദന ഉണ്ടാവും. ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മക്കൾ ഇങ്ങനെ കയറൂരി വിടുന്നതിന്റെ പിന്നിൽ നമ്മുടെ പണത്തിന്റെ ഒരു ഹുങ്കുണ്ട്. രക്ഷിതാവ് നിലക്കുള്ള നമ്മുടെ പരാജയത്തിന്റെ ആദ്യ പാഠമാണത്. ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ 6-ാം നൂറ്റാണ്ടിലെ ആളായി, മറ്റതായി മറിച്ചതായി. ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചു. ഇതിപ്പോ എത്ര കുട്ടികൾ ഈ ഓണാഘോഷ മരവില് നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. പൂക്കള് മത്സരത്തിന് വേണ്ടി വാങ്ങുന്ന പണവും മറ്റൊക്കെ ആക്കിയിട്ട് വളരെ വലിയ ആഘോഷമാണ്. മറ്റവരെ തോൽപ്പിക്കണ്ടേ? ഒരു കൂട്ടര് ഹെലികോപ്റ്ററിലാണ് മഹാബലി വന്നെങ്കിൽ മറുകൂട്ടര് വരുന്നത് എങ്ങനെയാണ്? കാളവണ്ടിയില്, KSRTC വണ്ടിയില്, അതുപോലെ ആഡംബര വാഹനങ്ങൾ. ഇങ്ങനെ പല രീതിയിലാണ് ഓണാഘോഷങ്ങൾ. നിങ്ങൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കട്ടെ, പക്ഷെ അത് അതിരി വിട്ട് കടക്കാൻ പാടില്ല. ഇത്തരത്തിലെ ആഘോഷങ്ങൾ അതിരിവിട്ട് കടക്കരുത് നമ്മൾ പറഞ്ഞപ്പോ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാക്കി. എന്നോട് എന്താ ഇന്നലെ പറഞ്ഞത്? നീ സൗദി അറേബ്യയിൽ പോയിക്കോ, മക്കളല്ലേ ആഘോഷോട്ടെ. നമ്മളും അധ്യാപകൻ തന്നെയാണ്. മക്കളുടെ ആഘോഷങ്ങളൊക്കെ ഓണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടലും ചാടലൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. ആ ലിമിറ്റിനപ്പുറം പോകുമ്പോഴാണ് ഇതുപോലെ മദ്യപിച്ച് ലക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഏത് മാതാപിതാക്കൾക്ക് അത് സഹിക്കുക? അതുകൊണ്ടാണ് നമ്മൾ ചില നിയന്ത്രണങ്ങൾ പറയുമ്പോൾ ആ നിയന്ത്രണങ്ങളൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോ വെറും പർദ്ദയും മുഖത്ത് ഇട്ടിട്ട് മറിച്ചടക്കാൻ പറ്റുമോ? നിങ്ങൾ മുഖം ഒന്നും മറിച്ച് നടക്കണ്ട, പർദ്ദ ഇടണ്ട. ഒരല്പം മാന്യതയോടുകൂടി ജീവിച്ചാൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. തിരുവനന്തപുരത്തും സമാന സംഭവം ഉണ്ടായത്. ഇതിപ്പോ കോഴിക്കോട് നാദാപുരത്താണ്. നമ്മുടെ ഈ ഒരു സംഭവം കോഴിക്കോട് നാദാപുരത്തുള്ള ഈ കുട്ടി മദ്യപിച്ച് ലക്ക് കേട്ടിട്ട് കൂട്ടുകാർ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ട സംഭവം, ഇതൊരു വാർത്ത. നേരത്തെ അറിഞ്ഞ ആളുകളിന് താഴെ കമന്റ് ചെയ്യുന്നത്. ആഘോഷങ്ങൾ കോളേജുകൾ, സ്കൂളുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റ പരിശോധിച്ചാൽ ഒരുപാട് ആഘോഷങ്ങൾ കാണാം. നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓരോരുത്തരും മത്സരിച്ചിട്ട് തന്നെ ആഘോഷിക്കണേ. മറ്റുള്ളവർ എന്തെങ്കിലും കൊടുത്ത് അതിനെ കവച്ചു വെക്കുന്ന ആഘോഷം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആഘോഷങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആഡംബര വാഹനത്തിലാണ് വരുന്നത്. എന്താണ് കാശലവാക്കിയിട്ട് അടിപൊളി. കണ്ടില്ലേ? ഇതൊക്കെ ഓണം അടിച്ചു പൊളിക്കുന്നേ. നിങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചോളിയും. പക്ഷെ ഇതൊന്നും എന്താവരുത്, ഒരു പരിധിക്കപ്പുറം പോയി കഴിയുമ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. വേറൊന്ന്. ഈ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പൊ ഓണമായിട്ട് എല്ലാവരും കണക്കാക്കിയിട്ടുള്ളത്. അല്ലെ, ഒരു പാവങ്ങളെ വിളിച്ചിട്ട് ഓർക്കൊരു ഓണസദ്യ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുക്കുക, അതൊന്നുമല്ല. ഇനി ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. കാളവണ്ടിയിലാണ്. KSRTC ഇറങ്ങിയിട്ടുള്ള ഇതും ഹെലികോപ്റ്റർ കഴിഞ്ഞിട്ട് കാളവണ്ടി പോണേ. അടിപൊളി. ഇതൊക്കെ എന്ത് രസമായിട്ട് കാണാൻ പറയാം. ഞാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വൈബ് JCBയിലാണ് വരുന്നത്. അടിപൊളി ഓണാഘോഷം. കുട്ടികളൊക്കെ നല്ല അടിച്ചുപൊളിയാണ്.
വേറൊന്ന് കുതിരപ്പുറത്താണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്താ നല്ല മസിലൊക്കെ ഉള്ള ഒരു ചെങ്ങായി സെക്കൻ. മഹാബലി വരുമ്പോ ഇങ്ങനെ വരണം. അവസാനത്തെ ആട്ടും പാട്ട് വേണം. ഓക്കെ, അങ്ങനെ ഒരുപാട് കുട്ടികളുടെ ഓണാഘോഷങ്ങളുണ്ട്. നമ്മളതിനെ കീറി മുറിക്കണമെന്നല്ല, നമുക്കതിൽ പ്രയാസമുള്ളത് ഈ മദ്യപിക്കുന്ന രീതിയിലേക്കൊക്കെ മക്കൾ പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ധാർമ്മികത എങ്ങനെയാണെന്ന് അറിയോ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, ആ പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങളിലൊക്കെ ഒരു നിയന്ത്രണങ്ങൾ വേണമെന്നും ആ നിയന്ത്രണങ്ങൾ നല്ലതാണെന്നും ഞാനിങ്ങനെ കുറെ സെർച്ച് ചെയ്ത് അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ ചീത്ത പറയുന്ന വീഡിയോകളൊക്കെ കാണാം. എന്താണ് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു സ്പോർട്സ് വണ്ടികളൊക്കെ കൊണ്ടു ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് അധ്യാപകർക്ക് അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അധ്യാപകർ വഴക്ക് പറയുന്ന വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടികളുടെ കയ്യിലാണ്. അധ്യാപകർക്കൊന്നും ഇതിൽ നിയന്ത്രണങ്ങളൊന്നും ഇല്ല, രക്ഷിതാക്കൾക്ക് നിയന്ത്രണങ്ങളില്ല. അപ്പൊ നമ്മൾ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് ആഘോഷങ്ങൾ ആഭാസങ്ങളായിട്ട് മാറുമ്പോൾ ഒന്ന് ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളോട് ഇങ്ങോട്ട് വിരോധമൊന്നും തോന്നല്ല മക്കളെ, നമ്മൾ ഇത് പറഞ്ഞു എന്നുള്ളത്. അതിന്റെ പേരിൽ നമ്മളങ്ങനെ അമ്മാവനെന്ന് നോക്കണം. ഇയാൾക്ക് ഒരു അമ്മാവൻ സിൻഡ്രോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നേരം പുലരാത്ത ആൾ. ഇതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോക്ക് കമന്റ് ഇട്ടത്. ഈ വീഡിയോക്ക് ഇത് കാണുന്നവർക്കും ഇത് ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ തന്നെ കമന്റ് ഇടാം. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ മതയോളിയാണ്. ഞാൻ ഈ മതം പറഞ്ഞതൊന്നുമല്ല, ഇത് മതത്തിന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. മതത്തിനപ്പുറമുള്ള നമുക്കൊരു സദാചാരബോധം ഉണ്ട്. അതിൽ പെടുന്നതാണ് ഇങ്ങനെ മദ്യപിച്ച് മക്കൾ 17 വയസ്സുള്ള കുട്ടികൾ ഇനി പ്രായപൂർത്തിയാണെങ്കിലും അവനവന്റെ മക്കൾ മദ്യപിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി ആ രീതിയിലേക്ക് മാറാൻ തലമുറകൾക്ക്, പുതിയ ആളുകൾക്ക് ഒരു പ്രശ്നമല്ല. മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ സംഭവമായിട്ട് മാറാം. അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ. അപ്പൊ രക്ഷിതാക്കൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ ഓണാഘോഷം എന്ന് പറഞ്ഞ് നടക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. മക്കളെ കൊണ്ട് നിങ്ങൾ പറയുമ്പോൾ കാശ് കൊടുത്ത് പോയാൽ മാത്രം പോരാ, ഒരച്ചടക്കം നമ്മുടെ വീടുകളിൽ കൊടുക്കുക. ഇതുപോലെ മദ്യപിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആഘോഷങ്ങൾ ആഭാസങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും നമ്മുടെ മക്കളെ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് നമ്മൾ കുറച്ച് കുട്ടികളുടെ നബിദിന പരിപാടികളൊക്കെ വെച്ചിരുന്നു. ആ കുട്ടികളെ കുറിച്ച് നബിദിന പരിപാടികളെ കുറിച്ച് 4 അഭിപ്രായങ്ങൾ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ ഇന്ന് കുറച്ച് കുട്ടികളുടെ നബിദിന പരിപാടികളുണ്ട്. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് കുട്ടികളുടെ നബിദിന പരിപാടി, എങ്ങനെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. കാരണം ആ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മൾ ഒന്നാമത് പറയുന്നത് മുഹമ്മദ് ആദിൽ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലുള്ള മുഹമ്മദ് ആദിൽ എന്നുള്ള ഒരു കുട്ടിയാണ്. 4ാം ക്ലാസ്സാണ് ഈ കുട്ടി പഠിക്കുന്നത്. ഏറ്റവും ബഹുമാനാദരവുകൾ നേർന്ന ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹരി ആപത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 വാക്ക് ഞാൻ സംസാരിക്കട്ടെ. അതിന്റെ സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ ആദമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്ന് നടക്കുന്ന എല്ലാ തിന്മകളുടെയും താക്കോൽ നാം പരിശോധിച്ചാൽ അത് ലഹരി തന്നെയാണ്. ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ ലഹരി ചവച്ചും നാവിന്റെയും പല്ലിന്റെയും ഉള്ളിൽ വെച്ചു പലവിധ അപകടകരമായ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നത് നാം കാണാം. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവന്റെ ബുദ്ധിയെയാണ്. ഈ ബുദ്ധിയെ മദ്യപാനം കൊണ്ട് മറ്റും മൂടിക്കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവൻ കാട്ടിക്കൂട്ടുന്നത്. അതിനാൽ കൊലപാതകങ്ങളും വ്യഭിചാരവും മോഷണവും തുടങ്ങിയ എല്ലാ തിന്മയും പ്രവർത്തിക്കുന്നു. അടുത്തത് മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ എന്നുള്ള റസാൻ അഹമ്മദ് എന്നുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കുഞ്ഞീളം കൽബാലെ മോഹം ഏറി മുത്തി ഉണർത്തിടാൻ കൊതിയും കൂടി പൊന്നുമ്മ താരാട്ടിൽ പാടും നേരം കേട്ടേറെ ഇൻമുത്തി പുണ്യനാമം പൊന്നുപ്പ വാരി തുണർന്ന നേരം കേട്ടു ഞാൻ നബിയോർ സ്നേഹരാഗം. അടുത്തത് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട് ഗൂഡല്ലൂരിലുള്ള നിബ്ഹ ഫാത്തിമ എന്നുള്ള 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു പാട്ടാണ് കേട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണേ. ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ, താരങ്ങൾ പതിമക്കത്തോളി മുത്തിൻ മദിഹിന്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ടേ, മർഹബ വിളിക്കുന്നുണ്ടേ. ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ, താരങ്ങൾ പതിമക്കത്തോളി മുത്തിൻ മദിഹിന്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ടേ, മർഹബ വിളിക്കുന്നു.
അപ്പൊ ഇത്തവണ നമ്മൾ 3 കുട്ടികളായി പാട്ടുകളാണ് വെച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ കുട്ടികളുടെ നബിദിന പരിപാടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കൂ. നമുക്ക് ഒരു എന്താ പറയാ കുട്ടികളുടെ പരിപാടികളൊക്കെ ഓരോ കലാപ്രകടനങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരട്ടെ. അപ്പൊ ഈ ഒരു 3 കുട്ടികളുടെ പരിപാടിയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. അവർക്കൊരു സന്തോഷമാണ്, നിങ്ങളുടെ അനുമോദനങ്ങൾ സന്തോഷമാണ്. നല്ല രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ഊർജ്ജങ്ങൾ നമ്മൾ ചിലവഴിക്കാൻ ശ്രമിക്കാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.